എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. വേദയുടെ അച്ഛൻ ശങ്കരനാരായണനും ഏട്ടൻ ശ്രീകാന്തും വന്നിട്ട് പോവാണ്. അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായി. എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ, വന്ന് വിളിച്ചിട്ട് പോയിട്ട് തനിക്ക് പോകാൻ പറ്റിയില്ല. അതിനേക്കാൾ ഉപരി അച്ഛന്റെ മനസ്സൊന്നും എന്താണല്ലോ പോയെന്ന് ഓർത്തിട്ട് ഒരു വിഷമമുണ്ട്. പക്ഷെ ആ വേദനകളും വിഷമങ്ങളും ഒന്നും വേദ പുറമെ കാണിച്ചില്ല. കമല അത് ശ്രദ്ധിച്ചു. കമലയ്ക്ക് മനസ്സിലായി വേദയുടെ മനസ്സ് നൊന്നിട്ടുണ്ട്. പക്ഷെ അവള് നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വിട്ടത്. അത്രയും വലിയ വഴക്കുണ്ടാക്കാൻ വന്നിട്ട് പോലും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പറഞ്ഞു വിടാനാ ശ്രമിച്ചേ. ബാക്കി ആരാണെങ്കിലും ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം നടക്കേണ്ടതായിരുന്നു. അത്രയും വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയായിട്ടും അവർക്ക് അതിന്റെ അഹങ്കാരോ ജാടയോ ഒന്നും ഇല്ലെന്ന് കമലയ്ക്ക് മുമ്പ് മനസ്സിലായ കാര്യമാണ്. പിന്നീട് കമല ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാം. ഈ സമയം അകത്തേക്ക് എന്നിട്ട് നന്ദിനി പറഞ്ഞു, അവളുടെ അച്ഛൻ വന്ന് വിളിച്ചു, എന്നിട്ട് അവള് പോയോ? അവള് വീണ്ടും ഇവിടെ കടിച്ചു പോയി നിൽക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കാം. ശ്രീജ പറഞ്ഞു, എന്തിനാ നന്ദിനി നീ ഇങ്ങനെയൊക്കെ പറയണേ, എന്തിനാ? പിന്നെ പറയാതെ എങ്ങനെ ചേച്ചിനി ചോദിക്കുവാണ്. അവൾക്ക് അങ്ങോട്ട് പോയാ പോരായിരുന്നോ? അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ? ഓരോ ദിവസം ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ അവളുടെ അമ്മ വന്നു, ഇന്ന് അച്ഛൻ വന്നു. എന്നാലും അവള് പോകാതിരിക്കുന്ന എന്താന്നാ? ഞാനൊക്കെ ആണെങ്കിൽ പറന്നു പോയെന്ന് പറയണേ. ഇത് കേട്ടോണ്ട് കമല അങ്ങോട്ട് വന്നേ. അതിനിപ്പം നന്ദിനി നിന്നെ പോലെ അല്ല എല്ലാരും പറയാം. ഓ അമ്മയ്ക്കിപ്പൊ വലിയ വീട്ടിലെ മരുമോള് വന്നേ പിന്നെ നമ്മളെയൊന്നും കാണത്തില്ലോ എന്ന് പറയാണ്. ശ്രീജി പറഞ്ഞു, എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ നമ്മളെ? ഓ ഇനിയിപ്പം ആ ശ്രീ ചേച്ചി സപ്പോർട്ടും കൂടെ വേണമായിരിക്കും അമ്മയ്ക്ക് എന്ന് പറയണം. പെട്ടെന്ന് കമല പറഞ്ഞു, അതെ വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട. ഞാൻ ആരെയും വേറിട്ട് കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങൾ മരുമക്കൾ എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ ആ കുട്ടിയുടെ കാര്യം അതിനെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അതവിടെ നിൽക്കുന്നതുകൊണ്ട് എന്റെ ചങ്ക് പെടഞ്ഞു പോവാം. കാരണം വിക്രത്തിന് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഒരു നല്ല ബന്ധമാണ് വിക്രത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവനതിനെ ഇതുവരെയായിട്ടും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അവനൊരു താലിച്ചരട് കെട്ടിയതിന്റെ ആ ഒരു ഇത് മാത്രം അവൻ കണക്ക് കൂട്ടുന്നുള്ളൂ. അതിനേക്കാൾ ഉപരി ആ താലിക്ക് അവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാ സ്വന്തം മകന് വേണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോരാത്തന് മാഷിന്റെ ഉഗ്രശാസനം ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ. പക്ഷെ എനിക്ക് ആ കുട്ടിയോട് എത്ര സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞിട്ട് സങ്കടത്തോടുകൂടി കമല അങ്ങോട്ട് പോവാണ്. ആ സമയം ശങ്കരനാരായണനും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പത്മ ഇറങ്ങി ഓടി വന്നു. എന്തായി ശങ്കരേട്ടാ? അവൾ എന്തു പറഞ്ഞു? അവള് വരാന്ന് പറഞ്ഞോ? എന്തായെന്ന് ചോദിക്കുക. വന്നിട്ടാണെങ്കിൽ ഇപ്പൊ വണ്ടിയെ കാണത്തില്ലായിരുന്നു അമ്മേ. അവള് വരാൻ കൂട്ടാക്കില്ല, അത്ര തന്നെ. അവളുടെ അഹങ്കാരം പോരാത്തന്നെ. അവളുടെ ഭർത്താവെന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവൻ വന്നിട്ട് ഞങ്ങളെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അവിടെ ആയതുകൊണ്ട് ഞാനങ്ങ് സഹിച്ച് ക്ഷമിച്ചു ഇങ്ങോട്ട് പോന്നെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശങ്കരനാരൻ പറഞ്ഞു, ഇനിയിപ്പം അവളുടെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവൾക്ക് 2 ദിവസം കൊണ്ട് അത് അവളുടെ വീടായി. അല്ലെങ്കിലും ആ വീട്ടിൽ എങ്ങനെ അവൾ കഴിയുന്ന ഓർത്തിട്ട് എനിക്ക് അത്ഭുതം തോന്നേ. ഇവിടെ എല്ലാവിധ സൗകര്യത്തോടും കൂടി കഴിഞ്ഞല്ലേ. അവൾക്ക് ഇത് എന്തിന്റെ കേടാന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞ, അഹങ്കാരം അല്ലാതെ എന്താ? അവൾക്ക് മര്യാദയ്ക്ക് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നു. ഇപ്പോഴാണെങ്കിലും ആ ദർശൻ അവളെ കല്യാണം കഴിക്കാൻ ഒരുക്കുക. പക്ഷെ അവൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ആ വീട്ടുകാർക്ക് വേണ്ട, താലി കെട്ടിയ ഭർത്താവിന് വേണ്ട, ആർക്കും വേണ്ട. ചുമ്മാ അവിടെ ഒരു വേലക്കാരി എന്ന് പറയാൻ പറ്റില്ല, വെറുതെക്കാരിനെ പോലെ ആ മൂലയ്ക്ക് ചുരുണ്ടു കൂടുന്നു. ഇതിന്റെ ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ. ഇത് കേട്ടോണ്ട് അത് മുത്തശ്ശി പറഞ്ഞു, ഇനി നിങ്ങൾ അവരെ വിളിക്കാൻ പോണ്ട. അവള് വരൂല. അവളുടെ സ്വഭാവം അറിയാലോ. അവൾ ഒരു കാര്യത്തിന് വാശി പിടിച്ച തന്നെയാ. അവൾ അങ്ങനെ ഒരു കാര്യത്തിന് വാശി പിടിക്കാറില്ല. അവൾക്ക് നല്ലതെന്ന് തോന്നുന്നു മാത്രം അവൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ ശങ്കര. അതുകൊണ്ട് വെറുതെ എന്തിനാ അവളെ ഇനി ചൊടിപ്പിക്കാൻ പോന്നെ? ശങ്കരൻ പറഞ്ഞു, വേണ്ട ഇനിയിപ്പം ഞാൻ പോകുന്നില്ല, ഒരിടത്തേക്കും പോകുന്നില്ല. അല്ലെങ്കിലും എനിക്കെന്താ ഇപ്പം? അവൾ എങ്ങനെ വേണം ജീവിക്കട്ടെ. ഞാൻ ഇനി അവളുടെ ഒരു കാര്യത്തിനും തലയിടാൻ പോകുന്നില്ലെന്ന് പറയാം എന്നും പറഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. പത്മയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വരുന്ന കണ്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, അമ്മ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ. അമ്മ പോയി വിളിച്ചിട്ടോ അച്ഛൻ വിളിച്ചിട്ടോ ഞാൻ വിളിച്ചിട്ടോ വരാൻ കൂട്ടാക്കില്ല. എന്തിനേറെ മുത്തശ്ശി വരെ പോയി പറഞ്ഞല്ലേ. ഇനിയിപ്പൊ സങ്കടപ്പെടാതെ കയറി പോവാൻ നോക്ക് എന്ന് പറയാണ്. എപ്പോഴെങ്കിലും അവൾക്ക് ബോധോദയം ഉണ്ടാക്കി കഴിയുമ്പോൾ തിരിച്ചു വരുവാണെ വരട്ടെ. പക്ഷെ ഇപ്പൊ വരുവാണെ കാര്യം ഉണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് വന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ പത്മയ്ക്കും ഭയങ്കര വിഷമായി. പത്മയെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഫുഡൊക്കെ ഉണ്ടാക്കിയാലും അവള് വേദ കഴിക്കാനായിട്ട് പോയില്ല. വേദന കഴിക്കാനായിട്ട് ആരും വിളിച്ചില്ല. വേദയ്ക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് അവർക്കൊക്കെ ഒരു പേടിയും ഭയമായിരുന്നു. കാരണം മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ മരുമകളായിട്ട് ഒരിക്കലും അവളെ അംഗീകരിക്കില്ലെന്ന്.
അപ്പോഴെങ്ങനെയാ ഫുഡ് കൊണ്ടേ കൊടുക്കുന്നതെന്ന് ഓർത്തോണ്ട് അവരെങ്ങനെ കഴിക്കാൻ കൊടുക്കാതെ ഇരിക്കുവാണ്. ആ സമയം വേദയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ അവിടെ തന്നെ ഇരിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ കമലേനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ശ്രീജ വിളിക്കുകയാണ്. ശ്രീജ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളാൻ പറയണം. ഇതെന്താ അമ്മ ഇങ്ങനെ പറയണേ? അമ്മ ഒന്ന് ഫുഡ് കഴിക്കാൻ പറയണം. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നു. ആഹാ, അമ്മ എന്താ വല്ല ഉപവാസം നോക്കുകയാണോന്ന് ചോദിക്കും. ഇത് കേട്ടതും കമല പറഞ്ഞു, എനിക്ക് ഉപവാസമൊന്നുമല്ല. ആ കുട്ടി അവിടെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാ ഫുഡ് ഇറങ്ങണേ? എനിക്ക് എന്നെ തൊണ്ടേന്ന് ഇറങ്ങത്തില്ല എന്ന് പറയാം. ഓഹോ, അപ്പൊ ഇനി അമ്മ അവളെ ഫുഡ് കഴിപ്പിച്ചിട്ട് അമ്മ കഴിക്കുള്ളല്ലേന്ന് ചോദിക്കാം. അതെ, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അത്ര കണ്ണിച്ചോര ഇല്ലാത്തോളൊന്നും അല്ല. ഇത് അവിടെ മാറി നിന്നിട്ട് വേദ കേട്ടു. വേദയ്ക്ക് സങ്കടം വന്നു. തന്റെ അമ്മേനെ പോലെ സ്നേഹമാണ് കമലമ്മയ്ക്കെന്ന് വേദ തിരിച്ചറിയുമായിരുന്നു. താൻ കഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് പാവം പട്ടിണി ഇരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ശ്രീജ അങ്ങോട്ട് വന്നിട്ട് വേദയോട് പറഞ്ഞു, വേദ നീ ഫുഡ് കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അമ്മ കഴിക്കാതിരിക്കുക. ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഞാൻ ആഹാരം കൊണ്ടേ തരട്ടേന്ന് ചോദിക്കുക. വേണ്ട ശ്രീ ചേച്ചി, ഇനി ഇപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ശ്രീ ചേച്ചിനെ വഴക്കു പറയും. പിന്നെ ശ്രീ ചേച്ചിനെ ചീത്ത പറഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമോ? വേണ്ട, എനിക്കും വിഷമോ. അതുകൊണ്ട് വേണ്ട ശ്രീ ചേച്ചി എന്ന് പറയണ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അമ്മ കണ്ടില്ലേ, പട്ടിണി ഇരിക്കുന്ന കണ്ടില്ലേ, നീ കഴിച്ചില്ലെന്നും പറഞ്ഞോണ്ട്. അത് കേട്ടപ്പോ വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയോട് പോയി പറയാന്ന് പറയാണ്. അങ്ങനെ കമലയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മ ഫുഡ് എടുത്ത് കഴിക്കാൻ പറയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും കമല പറഞ്ഞു, മോള് പട്ടിണി ഇരിക്കുമ്പോൾ ഞാൻ കഴിക്കാനോ? അത് ശരിയാകത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ മോൾക്ക് ഫുഡ് എടുത്ത് തരട്ടേന്ന് ചോദിക്കും. വേണ്ടമ്മേ, ഇനി അതിന്റെ പേരിൽ അച്ഛൻ എല്ലാവരും വഴക്ക് പറയണ്ട. എനിക്ക് വേണ്ട, അമ്മ കഴിച്ചോളാൻ പറയണം. പക്ഷേ എങ്കില് കമലയ്ക്ക് ഫുഡ് ഇറങ്ങത്തില്ല. കമല കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് കമല അങ്ങനെ നിരാഹാര സമരം തുടരുവാണ്. ആ സമയത്താണ് പുറത്ത് പച്ചക്കറി കൊണ്ടുവരുന്ന അവര് വന്ന്, ആ സ്ത്രീ വന്ന് അങ്ങനെ പച്ചക്കറി എന്ന് കിടന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പച്ചക്കറി സാധനങ്ങളും ഒക്കെ ഉണ്ട്. വേദ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അത് കൂട്ട് കുറച്ച് പച്ചക്കറി മേടിച്ചു. പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് വന്നപ്പോഴത്തേനും കമല ഇങ്ങനെ നോക്കി. അപ്പൊ ശ്രീജ വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ വേദ? അല്ല, ഇവിടുത്തെ സാധനങ്ങളൊക്കെ അല്ലേ എടുത്ത് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്നത് എനിക്ക് വെച്ചുണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. നന്ദിനി അന്തം വിട്ട് നിൽക്കുക. ഇവൾ എന്തിനുള്ള പുറപ്പാടാ എന്റെ ഭഗവാനെ നോർത്തിട്ട്. ഓഹോ, ഇവള് രണ്ടും കൽപ്പിച്ചാന്ന് തോന്നേ. അങ്ങനെ അടുക്കളയിലേക്ക് ഇതൊക്കെ ആയിട്ട് ചെന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് അറിയത്തില്ല. വേദയ്ക്ക് ഇത് ഉണ്ടാക്കിയൊന്നും ശീലമില്ലല്ലോ. ഈ ഫുഡൊന്നും ഉണ്ടാക്കി ശീലമില്ല. വീട്ടിലാണെങ്കിൽ ഒന്നേ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മ അല്ല വേലക്കാരൊക്കെ ഉണ്ട്, അവരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വേദ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വന്നു. ശ്രീജ വന്നിട്ട് ചോദിച്ചു, വേദ നീ എന്തെടുക്കാൻ പോവാ? ഞാൻ ഇപ്പൊ തന്നെ കണ്ടു, ആഹാരം ഉണ്ടാക്കാനായിട്ട് പോവാ. ഇന്നത്തോടു കൂടി അമ്മയുടെ വ്രതം ഞാൻ അവസാനിപ്പിക്കും. അമ്മയുടെ വ്രതം ഇപ്പൊ ഞാൻ മാറ്റിത്തരാന്ന് പറയണം. പിന്നീട് സബോള ഇതൊക്കെ കയ്യിലെടുത്ത് പിടിച്ചോണ്ട് നിൽക്കുക. ദൈവം ഇനി എന്ത് ചെയ്യും? ഇത് വെച്ച് എന്നാ സാധനം ഉണ്ടാക്കാനാ? ഒന്നും ഉണ്ടാക്കണ്ട എങ്ങനെയൊന്നും അറിയത്ത് പോലില്ല. കുറച്ച് കഴിയുമ്പോൾ നന്ദിനി വന്ന് നോക്കുകയാണ്. അപ്പൊ വേദ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളിത് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞിട്ട് കുറച്ച് സമയം ആയല്ലോ, ഇതുമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് ചോദിച്ചു, എന്താ വേദ നീ എന്താ ഉണ്ടാക്കാത്തേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാൻ എന്തേലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കാം. അത് പിന്നെ ചേച്ചി കാര്യം പറ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ആക്കാൻ അറിയത്തില്ല, ചേച്ചി എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുക. ശ്രീജ പിന്നീട് വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വേദയ്ക്ക് അങ്ങനെ ചോദിക്കാൻ മടിയൊന്നുമില്ല. വേദ ആ പച്ചക്കറിയൊക്കെ വെച്ച് അത്യാവശ്യം സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അങ്ങനെ ശ്രീജ എല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് വേദ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേദ പോയി കമലേനെ വിളിച്ചിട്ട്, അമ്മേ ഞാൻ ഇതേ കഴിക്കാൻ പോവാട്ടോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, കഴിക്കാനാ? അതെ, അമ്മ എടുത്ത് കഴിക്കുക. ഇപ്പൊ ഞാനും കഴിക്കാൻ പോവാ. ഞാൻ കഴിക്കാത്തതുകൊണ്ടല്ലേ അമ്മ പട്ടിണി ഇരിക്കണേന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം കമലയൊന്ന് നോക്കി വേദനെ. പിന്നീട് ശ്രീജ വന്നിട്ട് പറഞ്ഞു, അമ്മ എണീറ്റ് വന്നേന്ന് പറയാണ്. അങ്ങനെ കമലയുടെ നിരാഹാര സമരം അവസാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ വേറെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഇനിയിപ്പോ മാഷ് വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ, അതോ ഇനിയിപ്പോ വിക്രം വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എന്തായി തീരുമെന്നും അറിയത്തില്ല. വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.